ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദി ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവതീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാവർക്കും ഹൃദയംഗമമായ ആത്മനമസ്കാരം. ജ്ഞാനവാസിഷ്ടം, യോഗവാസിഷ്ടം, വാസിഷ്ഠസുധ എന്നെല്ലാം പേരുകളിൽ അറിയപ്പെടുന്ന വാത്മീകി മഹർഷിയാൽ വിരചിതമായ ഈ മഹത്തായ ഗ്രന്ഥപഠനത്തിന് സംസാരബന്ധനായിരിക്കുന്ന എനിക്ക് അതിൽ നിന്ന് മുക്തനായി ഭവിക്കണം എന്ന് യാതൊരുവന് ദൃഢനിശ്ചയമുണ്ടാകുന്നുവോ? തീരെ അജ്ഞനല്ലാത്തവനും എന്നാൽ ജ്ഞാനിയല്ലാതിരിക്കുന്നവനുമായ പുരുഷൻ ഈ ശാസ്ത്രത്തിന് അധികാരിയാകുന്നു. അത് ആദ്യം തന്നെ ആരാണ് ഈ ശാസ്ത്രം പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഏതൊരു ശാസ്ത്രം പഠിക്കുമ്പോഴും ആ ശാസ്ത്രത്തിന് ഞാൻ അധികാരിയാണോ എന്നുള്ളതാണ്. തീരെ അജ്ഞന്മാർക്ക് ഇത് കൊണ്ട് കാര്യമില്ല. അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയി കളയും. ജ്ഞാനിക്കും ആവശ്യമില്ല, അവർക്കും ആവശ്യമില്ലല്ലോ. മനസ്സിലാകുന്നില്ലേ? അതിന്റെ ഇടയിലുള്ള പൂർണ്ണമായി ജ്ഞാനിയാന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള ആൾക്കാരുണ്ടല്ലോ. എന്താണ് ഇതിന്റെ ലക്ഷ്യം? മോചനമാണ് ലക്ഷ്യം എന്നുള്ള ബോധമുള്ള ആൾക്കാർ. അവർ അജ്ഞാനികളുമല്ല. മനസ്സിലായോ? തീരെ അജ്ഞാനികളുമല്ല. അങ്ങനെ അതിന്റെ ഇടയിലുള്ള ആളുകൾക്കാണ് ഇത് പഠിക്കാനുള്ള അധികാരം എന്നാണ് ആദ്യം തന്നെ തുടങ്ങുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ. വൈരാഗ്യം, മുമുക്ഷു, ഉൽപ്പത്തി, സ്ഥിതി, ഉപശമം, നിർവ്വാണം എന്നീ 6 പ്രകരണങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് നമ്മള് പതഞ്ജല യോഗസൂത്രം പഠിക്കുന്ന പോലെ തന്നെ സമാധിപാദം പോലെ തന്നെയാണ്. ആദ്യം വൈരാഗ്യാണ് പഠിക്കുന്നത്. അതെ. എന്നിട്ട് ശേഷമാണ് ബാക്കിയെല്ലാം. വൈരാഗ്യം തന്നെയാണ് ഇതിന്റെ ശരിയായ ഒരു എസൻസ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പതഞ്ജല യോഗസൂത്രത്തിന്റെ ഒരു രീതി തന്നെയാണ് ഇവിടെയും എടുത്തിട്ടുള്ളതെന്നാണ്. ഓക്കെ. ഇവയിൽ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചു എന്ന് വിചാരിക്കണം. ആത്മജ്ഞാനമാകുന്ന വൃക്ഷത്തിന് അത് വേരാകുന്നു. അത് ലഭിച്ചിരിക്കുന്നവൻ ജ്ഞാനത്തിന് അധികാരിയായിത്തീരുന്നു. നിർവ്വാണമാണ് അതിൻ്റെ പരമഫലം. ഇവിടെ സ്വരൂപത്തെക്കുറിച്ച് ഒരു സാമാന്യജ്ഞാനം പ്രസ്താവിച്ചു എന്ന് മാത്രം. വാസിഷ്ഠത്തിലെ ഹൃദയംഗമമായ ഭാഗമാണ് വൈരാഗ്യ പ്രകരണം. ജഗത്ത്, ജീവിതം, ശരീരം, പ്രപഞ്ചം, അജ്ഞാനം മുതലായ വിഷയത്തെക്കുറിച്ച് അതിൽ സോദാഹരണം ചെയ്തിരിക്കുന്ന നിരൂപണവും സ്ഥാപിച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളും ഏതു തരക്കാരായ ജനങ്ങളും വായിച്ചു പഠിച്ചിരിക്കേണ്ടതാണ്. ആ വക ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മൂഢന്മാർക്കും
ഹൃദയത്തിൽ പരമാർത്ഥതയെക്കുറിച്ച് അല്പമായ ബോധമെങ്കിലും ഉണ്ടാകും. തീർച്ചയാണ്. അത്രയ്ക്ക് അത് അനുഭവ വൈരാഗ്യമാണ്. സിദ്ധവും മനോഹരീയവുമായിരിക്കുന്നു. കേവലം ഭൗതികങ്ങളായ ശാസ്ത്രങ്ങളുടെ നൃത്തോത്സവം കൊണ്ട് ഉന്മത്തഭൂതം ജഗത് എന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് പൊതുവെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഭൗതിക സുഖ സൗകര്യങ്ങള് ആണ് ഏറ്റവും പിന്നെ വേണ്ടുന്നുള്ള ഒരു രീതിയിലാണ് അധികം പേരും ചോദിക്കുന്നത്. എന്തെങ്കിലും നമ്മൾ പറയുമ്പം ആദ്യം തന്നെ ചോദിക്കുന്നത് ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ടോ എന്നാണ് ചോദിക്കുന്ന ആൾക്കാർ. എന്ത് പറയുമ്പോൾ ചോദിക്കും ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ടോ. ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിനെയും ബുദ്ധിനെയും കൊണ്ട് വിചാരങ്ങൾ ചെയ്യുന്നതാണ് ശാസ്ത്രം. മനസ്സിനും ബുദ്ധിക്കും വിഷയമല്ലാത്തൊരു ബോധത്തെയാണ് ഇവിടെ പറയുന്നത്. അതങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് രക്ഷയ്ക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ആത്മപ്രബോധങ്ങളായ ഗ്രന്ഥങ്ങൾ പഠിച്ച് യഥാശക്തി അനുഷ്ഠിക്കുക. അത് തന്നെ. ആത്മാവിനെ വിസ്മരിച്ചുകൊണ്ട് ക്ഷേമത്തിനു വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ബന്ധ്യമായി പരിണമിക്കുന്നു. ഇനി തുടങ്ങാല്ലേ സ്വാമി? വൈരാഗ്യ പ്രകരണം സർഗം 1. വൈരാഗ്യോൽപത്തി പ്രതിപാദനം മംഗളാചരണം. ദ്വിവിഭുമദൗധാകേശ ബഹിരന്തശ്ച മേ വിഭു യോ വിഭാത്യവഭാസത്മാ തസ്മൈ സർവാത്മനേ നമഃ. ദിവി സ്വർഗത്തിലും അഥവാ തേജോമയമായ സൂക്ഷ്മ ശരീരത്തിലും. അതാണ് ഈ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരമാണ്. അതെ. അല്ല അത് ഈ എന്താണ് അങ്ങനെ പറയാൻ കാരണം പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ അനുഭവിക്കുന്ന ഒരു ലോകമുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചു തന്നെയാണ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ലോകം ഉണ്ടല്ലോ. ഈ ലോകം മനസ്സിന്റെ ലോകമല്ല. പക്ഷെ മനസ്സിന്റെ ലോകമാണെന്ന് മനസ്സ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു ലോകമാണ്. ഈ ജ്ഞാനവാസിഷ്ടം പറയുന്നത് തന്നെ അതാണ്. ഈ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഈ ലോകം അങ്ങ് മറന്നാ മതി എന്നെ തുടങ്ങും തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഈ ലോകം മറക്കാൻ അത്ര എളുപ്പമെല്ലാം തന്നെ ആണോ? അല്ല. ആ മറക്കാൻ ശ്രമിക്കുന്ന ശ്രമം തന്നെ ഓർമ്മിക്കാനല്ലേ ഉപയോഗിക്കുന്നത്. എളുപ്പാണെന്നാ പറഞ്ഞിരുന്നത്. വാസിഷ്ടം പറഞ്ഞിരുന്നത് വളരെ സിമ്പിൾ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത് സിമ്പിളേ അല്ല. കാരണം പറഞ്ഞു തരുന്നതന്നെ ഇങ്ങനെയാണ്. എന്താണ് ഇത്ര വിഷമമൊന്നുമില്ലല്ലോ, നിങ്ങൾ മറന്നാ പോലെയെന്ന് ചോദിക്കുന്നതന്നെ എങ്ങനെയാണ്. ആ മറക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളത് ഓർമ്മയിലേക്ക് പോകുന്ന വഴിക്കല്ലേ ഈ മറക്കൽ സംഭവിക്കുക. പിന്നെ മനസ്സിലാവുന്നില്ലേ? ആ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു തരുന്നത് അത് അങ്ങനെ തന്നെയാണ്. വായിക്കാം. ദിവി സ്വർഗത്തിലും അഥവാ തേജോമയമായ സൂക്ഷ്മ ശരീരത്തിലും. ഭൂമിയിലും അഥവാ ജഡരൂപമായ സ്ഥൂല ശരീരത്തിലും. ഭൂമി എന്ന് പൃഥ്വി എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ജഡബോധമാണ്. അല്ലാതെ ഭൂമിയെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരുന്നത്. പൃഥ്വി എന്ന് പറയുമ്പോഴെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് അല്ലാത്തതിനെ നമ്മൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ശക്തമായ ഉറപ്പായിട്ടുള്ള അഹംബോധം. അതാണ് പൃഥ്വി എന്ന് പറയുന്നത്. അത് തന്നെ ഇവിടെ പറയുന്നത്. വായിക്കാം. ഭൂമിയിലും അഥവാ ജഡരൂപമായ സ്ഥൂല ശരീരത്തിലും. ആകാശത്തിലും അഥവാ വ്യക്തരൂപമായ കാരണ ശരീരത്തിലും. പക്ഷെ സ്വാമി ഇതിലിപ്പോ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും തമ്മിലുള്ള എന്താണ് അവ്യക്തരൂപമായ? അത് അവ്യക്ത രൂപം തന്നെയാണ് പറഞ്ഞത്. അത് കാരണ ശരീരം വ്യക്തമല്ല. അഥവാ വ്യക്തം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അഥവാ വ്യക്തരൂപം തന്നെയാണ് എഴുതിയിരിക്കുന്നത്.
അല്ല അതങ്ങനെയല്ല ശരിക്ക്. അവ്യക്ത രൂപമായെന്നാണ്. അവ്യക്ത രൂപമാണ് അല്ലേ? ഓക്കെ, കറക്റ്റ്. വ്യക്തരൂപമായെന്ന് പിന്നെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ അത് അക്ഷരത്തെറ്റ് തന്നെയാണ്. ആ, ഓക്കെ. അവ്യക്തമാണ്. അത് ഗുരുദേവൻ പറയുന്ന അങ്ങനെ അവ്യക്താനി ഭൂതാനി, അല്ല ഭഗവത്ഗീത, അവ്യക്താനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനന്യേവാ തത്രക പരിദേവനം എന്ന് പറയുന്നില്ലേ? അതെ അതെ. ആ പിന്നെ അവ്യക്തതയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. കുറച്ചു കാലം ഇങ്ങനെ വ്യക്തമായി കാണുന്നു, പിന്നെയും പോകുന്നത് അവ്യക്തതയിൽ. അതാണ് ഈ കാരണ ശരീരത്തെ അവ്യക്തമായിട്ട് തന്നെയാണ് എവിടെയും പ്രതിപാദിച്ചിട്ടുള്ളത്. അത് വ്യക്തമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. സാങ്ക്യൻ പോലും പറഞ്ഞിട്ടില്ല. സാങ്ക്യൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൂലപ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ സാങ്ക്യനും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അത് കാരണശരീരം ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് മനസ്സിനും ബുദ്ധിക്കും അവിടെ എത്തുന്നില്ലേ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അത് അനുഭവിക്കാനല്ലേ പറ്റുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നല്ലോ. അതന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ സ്ഥൂലം സൂക്ഷ്മം കാരണം പിന്നെ ശരീരത്തെ കുറിച്ച് നമ്മള് പിന്നെ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് നമ്മള്, ഇല്ലേ? മറന്നുപോയോ? ശരിയാണ്. അല്ല, ഈ സ്ഥൂലം എന്ന് പറയുന്നത് തടിച്ചത് എന്നുള്ള അർത്ഥം വരുമ്പോഴ് ഈ ജഡത്തിന് സ്ഥൂലം എടുക്കരുത്. ജഡമല്ല സ്ഥൂലം. നമ്മൾ എടുക്കുന്നത് അങ്ങനെയാണ്. സ്ഥൂല ശരീരം എന്ന് പറയുമ്പോ ഈ ജഡത്തിനെയാണ് സ്ഥൂല ശരീരമായിട്ട് കൂട്ടുന്നത്. ശരീരം എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ നശിക്കുന്നത് എന്നാണ്. ശരിയതേ ഇത് ശരീര നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഡം നശിക്കുന്നില്ലല്ലോ, ഉണ്ടോ? ഈ ജഡം നശിക്കുന്നില്ലല്ലോ, മരണാനന്തരം നശിക്കുന്നുണ്ടല്ലോ. അല്ല, ഈ ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ തന്നെ നശിക്കുക ഒരു പിന്നെ ഇതിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. പിന്നെ അഭിമന്യു മരിച്ചല്ലോ. അപ്പൊ ഉത്തര ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണല്ലോ. ആ ഉത്തര ബഹളം വെക്കുമ്പോഴാണല്ലോ കൃഷ്ണൻ പിന്നെ പോയി സമാധാനിപ്പിക്കുന്നത്. പിന്നെ അഭിമന്യു ഈ ശരീരമാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഈ ശരീരത്തെ ഞാൻ നാശമില്ലാത്ത ഇവിടെ സൂക്ഷിച്ചു തരാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഉത്തരക്ക് മനസ്സിലാകുന്നത് അഭിമന്യു എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ശരീരത്തിന്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധമായിരുന്നു അഭിമന്യു എന്ന് പിന്നെ ഉത്തരക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ ശരീരമെന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ പ്രാണശക്തിയാണ് ശരീരം എന്ന് നമ്മൾ എവിടെയും പഠിക്കാത്തോണ്ടുള്ള പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഈ സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ജഡത്തിനെയാണ് സ്ഥൂല ശരീരമാക്കി എടുക്കുന്നത് എപ്പോഴും. ആ പിന്നെ ഈ സ്ഥൂല ശരീരത്തിലുള്ളതാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ പ്രാണനിൽ തന്നെയുള്ള അപാനവായു ആണല്ലോ മനസ്സ്. അതിൽ തന്നെയുള്ളത് തന്നെയാണല്ലോ. അതിന്റെ മേലെ വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് കാരണം. അതാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. ആ കാരണം ഓരോ വ്യക്തിയും വരച്ചിരിക്കുന്നത് വ്യത്യസ്തമാണല്ലോ. സാവിത്രി മഠം വരച്ചായിരിക്കില്ലല്ലോ പിന്നെ ഗിരിജ മഠം വരച്ചിട്ടുണ്ടാവുക, അതായിരിക്കില്ലല്ലോ നാരായണജി വരച്ചിട്ടുണ്ടാവുക. മനസ്സിലായോ? ഓരോ ആൾക്കാരും വ്യത്യസ്തമായിട്ടല്ലേ വരച്ചിട്ടുണ്ടാവുക. എന്നാലോ ഏതിന്റെ മോളാ വരക്കുന്ന ചോദിച്ചാൽ ആ വരക്കുന്ന ക്യാൻവാസ് എന്താണെന്ന് ചോദിച്ചാൽ ജീവനാണ്. ആ ജീവനെ നമ്മൾ കാണുന്നേ ഇല്ല. ജീവന്റെ മുകളില് നമ്മൾ ആദ്യം പശ തേച്ചു. ആ പശയാണ് ഇപ്പൊ നമ്മൾ പോക്കാൻ ശ്രമിക്കുന്നത്. ജീവന്റെ മേല് പശ തേച്ചു. പശ തേച്ച് ഓരോന്നിന്റെ മുകളിലും ഇപ്പൊ ഒട്ടിയിരിക്കുകയാണ്. പിന്നെ എന്തിന്റെ മേലൊക്കെയാ ഒട്ടിയിരിക്കുന്നത് പിന്നെ വ്യക്തികൾക്കല്ലേ അറിയുള്ളൂ. ഓരോ വ്യക്തിയും വ്യത്യസ്തമായല്ലേ ഒട്ടിയിട്ടുണ്ടാവുക. ആ പശ പിന്നെ പോക്കിക്കഴിഞ്ഞാലേ എന്ത് പോവുള്ളൂ? ഒട്ടല് പോവുള്ളൂ. പശയുള്ള കാലത്തുള്ള ഒട്ടല് പോവുകയില്ല. മനസ്സിലാവുന്നില്ലേ? അതാണ് അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് പിന്നെ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിരിക്കുന്ന ഒരു രസകരമായ ഇത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചക്ക മുറിക്കാം നിങ്ങൾക്ക്, പക്ഷെ കയ്യിൽ വിളഞ്ഞറാകാതിരിക്കാൻ വെളിച്ചെണ്ണ ആദ്യം തേക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഈ ലോകത്തിൽ എന്തിനും നിങ്ങൾക്ക് ഇടപെടാം, എന്തിനും ഇടപെടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് ഒട്ടിപ്പോയത് നമ്മളെ ക്യാൻവാസിൽ, ജീവനാകുന്ന ക്യാൻവാസിൽ ചിത്രം വരച്ചു വെക്കുകയും ആ ചിത്രം ഒട്ടിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് ഓർമ്മയില്ലല്ലോ. ഉണ്ടോ? മനസ്സിലാവുന്നില്ലേ?
അപ്പോ ആ ആ പശ പോക്കാനാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. പശ പോക്കാൻ വെച്ചാൽ നല്ലോണം കുതിർത്ത് വെക്കണല്ലോ. ഉം. വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഉം. എന്നിട്ട് ആ പശ മുഴുവനും പോക്കി ആ പശ പോകുന്നതോടൊപ്പം തന്നെ അതിന്റെ മുകളിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഉം. അതും പോവുമല്ലോ. ഉം. അത് പോക്കാനാണ് ഇവിടെ ജ്ഞാനവാസിഷ്ടം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു തരുന്നത്. ഉം. ഞാനും ചെന്ന് പറഞ്ഞോളൂ. അല്ല, ഈ പശ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹം എന്നുള്ള ബോധമാണോ ഈ പശയായിട്ട് നമ്മൾ അല്ല, അനുഭവിക്കുന്നത്? അഹം എന്നുള്ള ബോധമല്ല, മമത്വമാണ്. മമത്വം ഓരോന്നിനോട് പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടമില്ലേ. ഉം. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടം പുത്രകളത്രാദികളാണ്. മനസ്സിലായോ? പ്രാഥമികമായിട്ടുള്ള ഇഷ്ടം എന്നുള്ളത് ജീവനോടല്ലേ, സ്വന്തം ജീവനോടല്ലേ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഇഷ്ടം? അല്ല, പ്രാഥമികമായ ഇഷ്ടം വരുന്നത് അതന്നെയാണെങ്കിലും അതിന്റെ അപ്പുറത്താണ് ആത്മാവ് എന്നുള്ള ബോധം മനസ്സിന് വരുന്നില്ല. കാരണം ആത്മാവിന്റെ താഴെയാണ് മനസ്സ് നമ്മൾ പഠിക്കുന്നേ ഇല്ല. ആത്മാവിന്റെ മേലെയാണ്. ആത്മാവിനെ മറച്ചിരിക്കുന്നത് മനസ്സാണ്. ആ തുണീനെ മറച്ചിരിക്കുന്നത് അതിനോട് മറച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെയാണല്ലോ. യഥാർത്ഥ തുണീനല്ലേ നമുക്ക് കാണുന്നത്. യഥാർത്ഥ തുണീനെ കാണാത്തത് അതിന്റെ മേലെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണല്ലോ. മനസ്സിലാവുന്നില്ലേ? ആ ചിത്രങ്ങൾ വേറെ ആരുമല്ലല്ലോ വരച്ചത്, നമ്മളല്ലേ വരച്ചത്, അല്ലേ മേഡം? അല്ല സ്വാമി, അതിൽ വരച്ചിരിക്കുന്ന ചിത്രം കാരണാണ് എന്ന് പറഞ്ഞതും ആ കാരണം ഉള്ളതുകൊണ്ടാണല്ലോ. അതാണ് യഥാർത്ഥ കാരണം. ഉം. ആ കാരണം പോയാൽ പിന്നെ അതിന്റെ കാര്യം മാത്രമല്ലേ പിന്നെ ബാക്കിയുള്ളൂ. അതാണെന്നല്ലേ, അതിൽ നിന്ന് വരുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഉം. ആ ദൃശ്യം കണ്ടപ്പോ അതിൽ നമ്മൾ തന്നെ വരച്ചതാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഉം. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ പഞ്ചസാര പാവിനെ കൊണ്ട് ആനേനെ ഉണ്ടാക്കി, പഞ്ചസാര പാവിനെ കൊണ്ട് പൂച്ചേനെ ഉണ്ടാക്കി, ഉം. പഞ്ചസാര പാവിനെ കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. എന്തേ ഉള്ളൂ? പഞ്ചസാരപ്പാവ് മാത്രമേ ഉള്ളൂ. നമ്മൾ പഞ്ചസാര പാവല്ല കാണുന്നത്. ഉം. നമ്മൾ കാണുന്നത് പൂച്ച. അത് ഇതിൽ തന്നെ ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. ഉം. ഒരു കുടം കണ്ടിട്ട് ഉം. കുടമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. കുടം കാണുന്നുണ്ടല്ലോ. അതെ. പിന്നെ അത് യഥാർത്ഥത്തിൽ കുടമല്ലല്ലോ, മണ്ണല്ലേ. അതെ. മണ്ണ് കാണുന്ന ആൾ കുടം കാണുമോ? ഉം. ഇല്ല. അപ്പൊ എന്തിനാന്ന് മാറിയത് അവിടെ? മണ്ണാണോ മാറിയത്, പിന്നെ കുടമാണോ മാറിയത്? നമ്മുടെ ബോധമാണോ? നമ്മുടെ ബോധമാണോ മാറി? അതെ, ബോധമാണ് മാറി. ആ ബോധത്തിൽ സങ്കല്പിച്ചിരിക്കുന്നതാണ് ഈ ജഗത്ത് എന്നാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത്. മനസ്സിലായോ? അതെ. ബോധത്തിൽ നമ്മൾ സങ്കല്പിക്കുകയാണ് എന്തെന്ന്, അത് കുടമാണെന്ന്. കുടം അല്ല വേറൊരാള് പറയുന്നത് എന്ത് കുടം, അത് മണ്ണല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് മാറുന്നത്? കുടം മാറിയിട്ടില്ല, മണ്ണും മാറിയിട്ടില്ല. മാറിയോ? ഇല്ല. എന്തെന്നാ മാറിയെന്ന് ചോദിച്ചാലോ, ബോധമാണ് മാറുന്നത്. ബോധമാണ് മാറുന്നത്. ആ ബോധത്തിൽ നമ്മുടെ ക്യാൻവാസിൽ നമ്മൾ തന്നെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രമാണ് എല്ലാറ്റിനും കാരണം. അതാണ് കാരണശരീരം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ അങ്ങനെ എവിടെയും പഠിക്കാറില്ല, ഉണ്ടോ? ഇല്ല. അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത് നമ്മൾ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുമ്പോ അതൊരു മനസ്സിലാകാത്ത പോലെ തോന്നുന്നു. അപ്പൊ മനസ്സിലായോ? കാരണം അതിൽ വരച്ചിരിക്കുന്ന ചിത്രമാണ് എന്ന് പറയണേക്കാൾ അധികം കാരണം പറഞ്ഞോളൂ. അതിൽ വരയ്ക്കുന്ന ചിത്രം സൂക്ഷ്മാണല്ലോ. അത് വരച്ചിരിക്കുന്ന ചിത്രം പിന്നെ സൂക്ഷ്മം നേരത്തെ പശയാണ് സൂക്ഷ്മം. ആ പശേനെ മനക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല, ഉണ്ടോ? ഇല്ല. മനസ്സ് ഈ ചിത്രം പുറമേക്ക് വന്നിട്ടാണ് നമുക്ക് ഈ ലോകം നമ്മൾ അനുഭവിക്കുന്നത്. അതെ. നമ്മളെ ക്യാൻവാസിൽ വരച്ചിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ക്യാൻവാസിൽ പിന്നെ പഞ്ചസാര പാവനെ മാത്രമേ കാണുന്നുള്ളൂങ്കിൽ രൂപമൊന്നും കാണൂലല്ലോ നമ്മള്. ഇല്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ നമ്മളെ ക്യാൻവാസിൽ നിന്ന് വരച്ചെടുത്തിരിക്കുന്നതല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളെ നമ്മൾ കാണുന്ന ആളെ പിന്നെ ചിത്രം ആളെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. വരച്ചു വെച്ചത് ചിത്രം മാത്രമല്ല, അയാളെ ശബ്ദം, അയാളെ സർവ്വസംഗതികളുണ്ടല്ലോ. അതെ അതെ, എല്ലാം. അങ്ങനെ എത്ര ആൾക്കാരതുണ്ട് ഇല്ലേ? അതെ അതെ, എത്ര ആൾക്കാരതുണ്ട്. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അറിവില്ല ഒരാൾ വന്ന് സാവിത്രി മേഡം എന്ന് വിളിച്ചാൽ ഓ ഇന്ന ആളാണല്ലോ, അല്ലേ? അതെ അതെ.
അപ്പൊ എവിടത്തേക്കാ പോകുന്നത് നമ്മള്? ഈ വരട്ടി വെച്ചിരിക്കുന്ന ഇതിലേക്ക് തന്നെയല്ലേ അതെ, അതിന്റെ പോകുന്നത്? ആ സ്മരണകളിലേക്കാണ് പോകുന്നത്. അതെ, അതന്നെയാണ് അങ്ങനെ തന്നെ പറഞ്ഞു തരാൻ കാരണം. അത് മായ്ക്കലാണ് സാധന. എന്നാ അത് മായ്ക്കൽ അത്ര എളുപ്പമാണോ? അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ആത്മാവിനെ, പിന്നെ ആത്മാവാകുന്ന ജീവശക്തിയിൽ നിന്ന് അതിന്റെ മുകളിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രവും പശയും എല്ലാം നമ്മൾ നോക്കിയാൽ മതി തന്നെ പറഞ്ഞിരുന്നു. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ലോകമില്ലല്ലോ. ലോകം എന്ന് പറയുന്നത് ഇല്ല. ലോകം വേണമെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നത്തിന് കാരണം. ലോകം അനിത്യമാണെന്ന് മഹാത്മാക്കൾ മുഴുവൻ പറഞ്ഞു തന്നു. അതെ. പക്ഷെ ലോകം നിത്യമായിട്ടാണല്ലോ നമ്മളെ അനുഭവത്തിലുള്ളത്, ആത്മാവ് അനിത്യമായിട്ടും. അതാണല്ലോ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്, ആത്മാവാണ് നിത്യം, ഈ ലോകം എന്ന് പറയുന്നത് അനിത്യമാണ്. പക്ഷെ നമുക്ക് നേരെ തലതിരിച്ചിട്ടാണ്, ലോകം നിത്യവും ആത്മാവ് അനിത്യവുമാണ് അല്ലേ? നമ്മൾ ലോകത്തിൽ ബന്ധിതമായിട്ടല്ലേ ഉള്ളത്. ലോകത്തിൽ ബന്ധിതമായ ബന്ധമല്ലേ ബന്ധം എന്ന് പറയുന്നത്. ആത്മാവിലേക്ക് പോകണ്ടെങ്കിൽ ലോകബന്ധം അവസാനിപ്പിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞു തരുന്നത്. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. വളരെ ക്ലിയർ അല്ലേ? അല്ലേ? ക്ലിയർ അല്ലേ? വായിച്ചോളൂ. ആകാശത്തിലും അഥവാ അവ്യക്തരൂപമായ കാരണശരീരത്തിലും ബഹി അന്ത ച പുറത്തും അകത്തും വിഭു സർവവ്യാപിയായി അവ ഭാസാത്മാ ബോധസ്വരൂപനായ വിഭാതി ആര് നിറഞ്ഞു നിൽക്കുന്നുവോ സർവാത്മനേ തസ്മേ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും സ്വരൂപമായി വർത്തിക്കുന്ന ആ ഈശ്വരന് എൻ്റെ പ്രണാമം. ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ബോധത്തെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതെ, വേറെ ഒന്നിനെയും പറഞ്ഞില്ല. ബോധമാണ് ഈശ്വരൻ. അത് പിന്നെ ബോധത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാത്തതും ആരാണെന്ന് ചോദിച്ചാലോ, ബോധം തന്നെയാണ്. അത് നമ്മുടെ ബോധം തന്നെയാണ്. അത് രാമായണത്തില് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു തരുന്നില്ലേ, ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്ന് തോന്നിച്ചിടുന്നതും ഈശൻ. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു. അതിനാണ് ഇവിടെ പറയുന്നത്. രാമായണം കുറച്ചും കൂടി പിന്നെ ഇതാണ്, ഏത് ലിബറലാണ്, വെള്ളം ചേർത്തിട്ടുള്ളതാണ്. ഇതങ്ങനെയല്ല, കുറച്ചും കൂടി ഡെത്താണ്. അതുകൊണ്ടാണ് രാമായണം പിന്നെ എല്ലാവർക്കും സുപരിചിതമാണ്. ഇത് അധിക പേർക്കും, ഇതും എഴുതിയത് വാൽമീകി മഹർഷിയാണ്, ഇത് സുപരിചിതമല്ല. ഇത് എന്തുകൊണ്ട് സുപരിചിതമല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റെപ്പ് അങ്ങോട്ട് കടക്കുന്ന ആളുകൾക്ക് മാത്രം ഉള്ളത് തന്നെയാണ്. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് അങ്ങനെയാണല്ലോ. മറ്റേതല്ല, മറ്റേത് എല്ലാവർക്കും ആ കഥയാകുന്ന സ്മരണയെങ്കിലും ഉണ്ടാവുമല്ലോ. രാമന്റെയും പിന്നെ ദശരഥന്റെയും രാവണന്റെയും ഒക്കെ കഥയുണ്ടാവുമല്ലോ. ഈ രാമന്റെയും ദശരഥന്റെയും രാവണന്റെയും കഥയല്ല എന്ന് ചിന്തിക്കുന്ന പിന്നെ ആളുകളുണ്ടല്ലോ, അവർക്ക് പഠിക്കാനുള്ളതാണ്. മറ്റവർക്കല്ല. മറ്റവരതന്നെ അതൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഭക്തിമാർഗത്തിലേക്ക് അങ്ങനെ പോയിക്കോട്ടെ. ഇത് മുക്തിമാർഗത്തിന്റെ വഴിയാണ്. രണ്ടും രണ്ട് തന്നെയാണ്. മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി. എന്തിനാണ് ഭക്തി എന്ന് ചോദിച്ചാലോ, മുക്തിക്കാണ് ഭക്തി. പക്ഷെ ഇപ്പം ഭക്തി ഉപയോഗിക്കുന്നത് ഇപ്പൊ മുക്തിക്കാണോ ചോദിച്ചാലോ, അല്ല, ലോക ജീവിതത്തിന് അതല്ല. ആ ലോക ജീവിതം നമ്മൾ മനസ്സിലാക്കി, അത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി, അത് ഇതല്ല വേണ്ടുന്നത്, പിന്നെ നമ്മൾക്ക് വേണ്ടുന്നത് ഇതല്ല, ഇതിനെ കൊണ്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന മഹാത്മാക്കൾക്കുള്ളതാണ് ഈ വഴി. അതുകൊണ്ട് ഇത് സാധാരണ രീതിയിലുള്ള പോലെയല്ല, ഇത് വ്യത്യസ്തം തന്നെയാണ്. വ്യത്യസ്തം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇത് സ്പെസിഫിക് ആയിട്ട് ഇത് അനുഭവിക്കണം എന്ന് വൈരാഗ്യമുള്ള ആളുകൾക്കുള്ളതാണ്. അതാണ് വൈരാഗ്യ പ്രകരണം തന്നെ ആദ്യം തന്നെ തുടങ്ങാൻ കാരണം. അല്ലാതെ ഒരു രസകരമായിട്ടൊരു പിന്നെ ക്ലാസ് കേൾക്കുക എന്നുള്ളതല്ല, അനുഭവിക്കാനുള്ള ക്ലാസ്സാണ്. മനസ്സിലായില്ലേ? രണ്ടും
കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഉം. പിടികിട്ടിയില്ലേ മേഡത്തിന്? ഉവ്വ് ഉവ്വ്. ഓക്കെ. സർവാത്മനെ നമ. വന്ദന ശ്ലോകത്തിൽ തന്നെ വാനിഷ്ടം ഈശ്വരനാണ്. അവിടെ എന്തോ തെറ്റുണ്ടല്ലോ സ്വാമി. എന്താണ്? അല്ല, ഒന്നൊരു മിനിറ്റ്. അവഭാസാത്മ, ബോധസ്വരൂപനായ വിഭാതി ആര് നിറഞ്ഞു വിളങ്ങുന്നുവോ, സർവാത്മനെ തസ്മൈ, എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും സ്വരൂപമായി വർത്തിക്കുന്ന ആ ഈശ്വരന് എൻ്റെ പ്രണാമം. സർവാത്മനെ നമ. വന്ദന ശ്ലോകത്തിൽ തന്നെ വാനിഷ്ടം അതിൻ്റെ വാനിഷ്ടം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈശ്വരൻ ആരാണ് ജഗത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് സ്പഷ്ടമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. വാനിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കില്ല. അവിടെ എന്തോ ഒരു പെശകുണ്ട്. ബോധമാണ് ഈശ്വരൻ. ആരാണ് ഈശ്വരൻ എന്നുള്ള ചോദ്യം വരേണ്ടിട്ടുള്ള വാക്കാണത്. വാ പറഞ്ഞ ആരാ ശരിയായിരിക്കും. നിഷ്ടം ഈശ്വരൻ ആരാണ് അതായിരിക്കും. വാ നിഷ്ടം ഈശ്വരൻ ആരാണ് ജഗത്തിൽ, അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ്. പക്ഷെ ഇവിടെ എവിടെയാ വാനിഷ്ടം എന്ന് പറഞ്ഞത്? അതിന് മുകളിൽ പറഞ്ഞിട്ടില്ലല്ലോ വാനിഷ്ടം എന്ന്. ദിവു വിഭൗ മദൗധാകാശേ ബഹിരന്തശ്ച മേ വിഭു യോ വിഭാത്യവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമ. വായിക്കാം, കൂടുതൽ വായിക്കട്ടെ. ബോധമാണ് ഈശ്വരൻ. ബോധം ആത്മാവാണ്, സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നവനാണ്. എന്താണ് സ്വയം പ്രകാശിക്കൽ? ഉണ്ട് എന്ന സ്വാനുഭവമാണ് സ്വയം പ്രകാശിക്കൽ. ഉണ്ട് എന്ന അനുഭവമാണ് സ്വയം പ്രകാശിക്കൽ. ഈ ജഗത്തുണ്ട് എന്ന് സ്വയം അനുഭവിക്കുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അതാണ് ബോധം. അതൊന്ന് സ്വാമി. അവിടെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അതെ, ജഗത്ത് ഉണ്ട് എന്ന് നമ്മൾക്ക് ബോധമില്ലെങ്കിൽ എവിടെ ജഗത്ത്? അല്ല, അതിനു മുമ്പ് അവഭാസമാത്മം എന്നുള്ള വാക്കിന് അർത്ഥം ക്ലിയർ ആക്കി തരുമോ? പിന്നെ നമ്മള് ആത്മാവിൽ തന്നെയാണ് വസിക്കുന്നത്, അല്ലാന്ന് നമ്മൾ പിന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. അതെ, വേറെ എവിടെയാണ് വസിക്കുന്നതല്ലേ തോന്നുന്നത്. അതിൽ നിന്നല്ലേ ജഗത്ത് വരുന്നത്. ജഗത്ത് തന്റെ ബോധത്തിന്റെ സൃഷ്ടിയാണെന്ന് ഒരിക്കലും നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നേയില്ലല്ലോ. ഉണ്ടോ? നമ്മൾ ജഗത്തിനെ അനുഭവിക്കണം എന്നല്ലേ വിചാരിക്കുന്നത്. ജഗത്തിനെയാണോ അനുഭവിക്കുന്നത്? നമ്മളെ തന്നെ അനുഭവിക്കുന്നത്. അപ്പൊ ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാലോ, ജഗത്ത് കാര്യമല്ലേ? അതെ. ആ കാര്യം ആണോ കാരണം? അല്ല, കാരണമാണോ കാര്യം? കാരണം തന്നെയാണ് കാരണം ആണ് കാര്യം സൃഷ്ടിക്കുന്നത്. കാരണം നമ്മുടെ ബോധമല്ലേ? അതെ, കാരണം നമ്മുടെ ബോധമാണ്. നമ്മളെ ബോധം വരുന്നില്ലെങ്കിലും പിന്നെ ഈ കാര്യം കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. അപ്രയോജനരഹിതമായ കാര്യമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പിന്നെയും ചോദിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കാര്യത്തിലാണോ? അല്ല സ്വാമി, അവിടെ ഒരു കൺഫ്യൂഷൻ. ബോധം ഈശ്വരനാണെന്ന് നമ്മളിപ്പോ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞു. അപ്പോ കാരണം ബോധമല്ലല്ലോ. അതെ, കാരണം ബോധം തന്നെയാണ്. ആ ബോധത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ലേ പിന്നെ വ്യത്യസ്തമാണെന്ന് തോന്നുന്നത്. ശുദ്ധബോധമല്ലേ ഉള്ളൂ. ശുദ്ധബോധത്തിൽ നമ്മൾ ബോധം എന്നല്ലല്ലോ വിചാരിക്കുന്നത്. കളങ്കബോധത്തെയാണ് നമ്മളിപ്പം ബോധം എന്ന് വിചാരിച്ചു കൊടുക്കുന്നത്. മനസ്സിലാവുന്നോ? ഈ കളങ്കബോധത്തെ അല്ല അവിടെ ബോധം നോക്കുന്നത്, ശുദ്ധ സ്ഫടികമായിരിക്കുന്ന ബോധത്തെയാണ്. അതിലാണ് കളങ്കബോധത്തെ നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ്. വേറെ ആരും സൃഷ്ടിക്കാനും വരാനൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അല്ല. അതന്നെയാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നത്. അതൊന്ന് ഒരു സ്റ്റെപ്പ് വായിക്കാം, അപ്പം ക്ലിയർ ആയിട്ട് തന്നെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ബോധമാണ് ഈശ്വരൻ. ബോധം അവഭാസാത്മാവാണ്, സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നവനാണ്. എന്താണ് സ്വയം പ്രകാശിക്കൽ? ഉണ്ട് എന്ന സ്വാനുഭവമാണ് സ്വയം പ്രകാശിക്കൽ. ഈ ജഗത്തുണ്ട് എന്ന് സ്വയം അനുഭവിക്കുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അതാണ് ബോധം. വളരെ ക്ലിയർ അല്ലേ പറഞ്ഞത്? ജഗത്ത് ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ഒരേ ഒരു സംഭവമല്ലേ ഉള്ളൂ, ബോധമല്ലേ? ബോധത്തിലല്ലേ ജഗത്ത്.
ബോധത്തിലാണ് ജഗത്ത് എന്ന് അതെങ്ങനെയാണ് ഞാൻ നേരത്തെ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടത്, കുറെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന നമ്മുടെ പേരെന്നെ എന്താണ്? വിശ്വൻ എന്നാണ്. ലോകത്തെ സൃഷ്ടിക്കുന്ന നമ്മുടെ പേര് വിശ്വൻ എന്നാണ്. ആ ലോകം പോയി ഉള്ളിലേക്ക് പോയി നമ്മള് ഇല്ലാണ്ടാവുന്ന അവസ്ഥയുടെ പേര് തേജസൻ എന്നാണ്. നേരത്തെ നമ്മൾ പഠിച്ചാണ്. ലോകത്തെ സൃഷ്ടിക്കുന്നത് വിശ്വൻ, ലോകത്തെ പിൻവലിച്ച് ഉള്ളിലേക്ക് പോകുന്നത് തേജസൻ. ആ തേജസ്സിനിൽ നിന്ന് പിന്നെയും ഉള്ളിലേക്ക് പോകുന്ന എന്താണ്? പ്രാജ്ഞൻ. ആ പ്രാജ്ഞനിൽ നിന്ന് പിന്നെ ഉള്ളിലേക്ക് പോകുന്നത് എന്താണെന്ന്? ചതുര്യൻ, നാലാമത്തെ അവസ്ഥ, തുര്യൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണിതെന്ന്, ഈ കാണുന്ന ദൃശ്യം തന്റെ തേജസ്സിൽ നിന്ന് വന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഉണ്ടോ? കാരണം തേജസ്സിൽ നിന്ന് വന്നത് കൊണ്ടാണ് വീണ്ടും തേജസ്സിലേക്ക് തന്നെ പോകുന്നത്. മനസ്സിലാവുന്നില്ലേ? ഉറങ്ങുമ്പോ ഇതൊന്നുമില്ലല്ലോ, ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. എന്നൊക്കെ കാരണം എന്താണ്? നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന വിശ്വത്തെ നമ്മൾ തന്നെ എവിടെ കൊണ്ടുപോയി? നമ്മളെ യഥാർത്ഥ തേജസ്സിലേക്ക് കൊണ്ടുപോയി, ഇല്ലേ? ആ തേജസ്സിൽ പോയാലും അവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് എന്തെന്ന്? സ്വപ്നം. പൂർണ്ണമായി നമ്മുടെ ബോധം പോയിട്ടില്ല. മനസ്സിലാവുന്നോ? പുറക്കത്ത് കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ പോയി ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അത് പൂർണ്ണമായി അങ്ങ് ലീനമായി പോയി കഴിഞ്ഞാൽ എന്തായി? സുഷുപ്തിയായി. ആ സുഷുപ്തിയിലും നമ്മളുണ്ട്, പക്ഷെ എന്തില്ല? നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാധനവും ഇല്ല, അത്രയല്ലേ ഉള്ളൂ. സുഷുപ്തിയിൽ നമ്മളില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ തിരിച്ചു വരും? ആ തിരിച്ചു വന്നത് എന്താന്ന് ചോദിച്ചാലോ? എന്താ തിരിച്ചു വന്നത്? ബോധമല്ലേ തിരിച്ചു വന്നത്? ബോധമാണ് തിരിച്ചു വന്നത്. ആ ബോധത്തിന്റെ അകത്ത് ഞാൻ സാവിത്രി മേഡമാണ് എന്നുള്ളത് കൃത്രിമ ബോധമാണ്. മനസ്സിലായോ? നിങ്ങൾ സാവിത്രി മേഡം ഒന്നും അല്ലല്ലോ. അത് നമ്മള് അഹം സൃഷ്ടിച്ചിരിക്കുന്ന ബോധമാണ്. ആ അഹം സൃഷ്ടിച്ചിരിക്കുന്ന ബോധം ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ബിഹേവ് ചെയ്യാൻ പറ്റൂല. ലോകത്തിൽ ബിഹേവ് ചെയ്യണമെങ്കിൽ ഈ അഹം അത്യാവശ്യമാണ്. അതാണ് ഈ സർവ സൃഷ്ടിക്കും കാരണം ബ്രഹ്മാവാണെന്ന് പറയാൻ കാരണം. ബ്രഹ്മാവാണല്ലേ സൃഷ്ടിക്കുന്നത്. കാരണം ഇതെല്ലാം ആവുന്ന ഞാൻ തന്നെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നതിൽ കുറവാണല്ലോ. വേറെ ഒരു ബ്രഹ്മാവുണ്ടെന്നും വേറെ ഒരു വിഷ്ണു ഉണ്ടെന്നും വേറെ ഒരു ശിവനുണ്ടെന്നല്ലേ നമ്മൾ നേരത്തെ പഠിച്ചു പോയത് അറിയാണ്ട്. ഇതൊക്കെ ആവുന്ന നമ്മളാണെന്നുള്ളത് ആണ് നമ്മളിപ്പോ ഇനി പഠിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് പഠിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഈ വിശ്വം വരുന്നത് തേജസ്സിനിൽ നിന്ന് തന്നെയാണ്. പക്ഷെ തേജസ്സിൽ നിന്നാണ് വിശ്വം വരുന്നതെന്ന് നമുക്ക് പിടികിട്ടുന്നേ ഇല്ലല്ലോ. കാരണം നമ്മള് ലോകത്തെ കാണുന്നു, അനുഭവിക്കുന്ന എല്ലാം ഉണ്ടല്ലോ. അത് നമ്മളെ ബോധം വന്നത് അങ്ങ് മറന്നുപോയിട്ടല്ലേ, അല്ലേ? ആ ബോധം വന്നിട്ടില്ലെങ്കിലോ ഒന്നും അനുഭവിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പറ്റില്ല. ആരാണ് ഗുരുദേവൻ പറഞ്ഞത്? അതാണ് ബോധത്തിൽ അമരുന്നു പാദസ് പോലെ പരമാവധി ബോധമത്രേ. എല്ലാം ബോധമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന കൃത്രിമ ബോധവും അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. നിലനിൽപ്പില്ലാത്തത് കൊണ്ടാണ് ഈ ജഗത്ത് സത്യമല്ല എന്ന് പറയാൻ കാരണം. ജഗത്തല്ല സത്യം, ജഗത്തിന് കാരണമായിരിക്കുന്ന ബോധമാണ് സത്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളെ അനുഭവത്തിൽ ബോധത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, ഉണ്ടോ? ലോകത്തിലല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. ലോകത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ നേടാനല്ലേ നമ്മൾ എപ്പോഴും ഓടുന്നത്. നമ്മളെ സമ്പാദിക്കാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഉണ്ടോ? യഥാർത്ഥത്തിൽ ലോകത്തെയാണോ സമ്പാദിക്കേണ്ടതെന്നല്ല നമ്മളെയാണോ സമ്പാദിക്കേണ്ടത്? നമ്മളെ സമ്പാദിച്ചിട്ടേ ലോകത്തെ സമ്പാദിക്കാൻ പറ്റും. പിന്നെ നമ്മളെ സമ്പാദിച്ച പിന്നെ ലോകമില്ലല്ലോ. ഈ രാമായണത്തില് പിന്നെ ഒരു തമാശ രീതിയിൽ പറയുന്നുണ്ട്. ഒരു മണ്ടോദരിയാണ് പറഞ്ഞു കൊടുക്കുന്നത്.
കാരണം സീത വഴങ്ങുന്നില്ലല്ലോ. അപ്പൊ വഴങ്ങാതിരിക്കാൻ എളുപ്പ വഴിയുണ്ട്, നിങ്ങൾ രാമന്റെ വേഷം കെട്ടിപ്പോയാ പോരെ. ആ അപ്പൊ പറയുള്ളൂ, രാമന്റെ വേഷം തന്നെ കെട്ടിയാ പിന്നെ എനിക്ക് പിന്നെ ഈ ചിന്തയുണ്ടാവില്ലല്ലോ. ആ ശരിയാണ്. രാവണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാമന്റെ വേഷം കിട്ടിയാൽ തന്നെ എനിക്ക് പിന്നെ ഈ ചിന്ത വരില്ലല്ലോ. ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമ്മൾ രാവണന്റെ വേഷം തന്നെയാണ്. ആ രാവണന്റെ വേഷം അഴിക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല. രാവണന്റെ വേഷം എന്ന് ഞാൻ പറഞ്ഞ 10 ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതാണ് രാവണന്റെ വേഷം എന്ന് പറഞ്ഞത്. 10 ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത് വിടാൻ നമുക്ക് താല്പര്യമില്ല. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ നമുക്ക് 10 ഇന്ദ്രിയങ്ങളും നല്ല പോലെ ഉപയോഗിക്കണം. 10 ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാനുള്ള, ഇന്ദ്രിയങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള സർവ്വ യോഗാസനങ്ങളും ചെയ്യണം ഇപ്പൊ, ഇല്ലേ? അതെ അതെ. 10 ഇന്ദ്രിയങ്ങളും അതേപോലെ നിലനിൽക്കണ്ടേ? എന്നിട്ട് എന്താവണം എന്നാ പറഞ്ഞ ഗീത. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്യ ഉച്ചത എന്ന് പറഞ്ഞാലും നമുക്ക് എന്തിനോടാണ് താല്പര്യം? മനസ്സിലാവുന്നില്ലേ? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ നമ്മളെ ബോധമാണ് ഈ പരിണമിച്ചിട്ട് ഇതെല്ലാം ആവുന്നത് എന്നുള്ള ഇത് തന്നെയാണ് തുടങ്ങുമെന്ന് തന്നെ പറഞ്ഞിരുന്നത്. അതന്നെയല്ലേ ഏറ്റവും നമുക്ക് അറിയേണ്ട ഒരു വിഷയം. അതന്നെയല്ലേ എന്താണ് ഈ ലോകം എന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞത്. തന്റെ ബോധമാണ് ഈ ലോകം. അത് ഓരോന്നും ഉപമാ സഹിതാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, വായിക്കാം. ബോധം അവഭാസാത്മാവാണ്, സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നവനാണ്. എന്താണ് സ്വയം പ്രകാശിക്കൽ? ഉണ്ട് എന്ന സ്വാനുഭവമാണ് സ്വയം പ്രകാശിക്കൽ. ഈ ജഗത്തുണ്ട് എന്ന് സ്വയം അനുഭവിക്കുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അതാണ് ബോധം. ഈ കാരണത്താൽ തന്നെ ഉള്ളത്, അതായത് അത് ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ അനസ്യേഷ കൊടുക്കുന്നു. അനസ്യേഷ കൊടുക്കുന്നത് ബോധത്തിനാണോ ശരീരത്തിനാണോ? ശരീരത്തിലെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ശരീരത്തിനാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, ശരിയാണ്. പക്ഷെ ബോധത്തിന് ഇഞ്ചക്ഷൻ കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. ഇല്ല, ബോധത്തിന് കൊടുക്കാൻ പറ്റില്ല. ശരീരത്തിൽ കൊടുക്കുമ്പോ ആ ബോധം എവിടെ പോയി? ആ ഉൽപ്പത്തി സ്ഥലത്തേക്ക് തിരിച്ചു പോയിന്നല്ലേ ഉള്ളൂ. അതെ, അത്ര വരെ ശാസ്ത്രം എത്തിയിട്ടുണ്ടല്ലോ, ഇല്ലേ? അത്ര വരെ എത്തിയിട്ടുണ്ട്. അത്ര വരെ എത്തിയിട്ടുണ്ടല്ലോ. ബോധത്തെ തൽക്കാലം പിൻവലിപ്പിക്കാനുള്ള സംഗതി ആ ഡോസ് ലേശം കൂടിപ്പോയാൽ ആലോചിച്ച് നോക്കിയ. എന്തോ കാരണം കൊണ്ട് ഈ അനസ്തേഷ്യയുടെ ഡോക്ടർ എടുത്ത ഡോസ് ഉണ്ടല്ലോ, ഇച്ചിരി കൂടിപ്പോയി. എന്ത് സംഭവിക്കും? അയാള് തിരിച്ചു വരില്ല. അയാള് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ അയാള് നമ്മളെ കാഴ്ചയിൽ അയാളുടെ ഇല്ലേ? അയാളുണ്ട്, ഫിസിക്കലായിട്ടുണ്ട്, പക്ഷെ അയാളുടെ ബോധം തിരിച്ചു വരില്ല. ബോധം തിരിച്ചു വരില്ല. അപ്പൊ കാരണം എന്തായാലും ക്ലിയർ അല്ലേ? ബോധം എന്നത് ശരീരബന്ധിതമല്ലേ? അല്ല, ശരീരം താൽക്കാലികമായി ശാരീരിക ബന്ധിതമാണെങ്കിലും ആത്യന്തികമായി ശാരീരിക ബന്ധം ഇല്ല അതിന്. അതെങ്ങനെയാണ് നമ്മൾക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ ഇളനീര് മാതിരിയാണ്. ഇളനീര് തന്നെ കുറച്ചൊന്ന് മൂക്കുമ്പോ എന്താവും? തേങ്ങയാവുമ്പം ആ ഓടായിട്ടുള്ള ബന്ധം മെല്ലെ മെല്ലെ വിച്ഛേദിക്കാൻ തുടങ്ങും. അത് കൊട്ടത്തേങ്ങയാവുമ്പോഴോ ഇതിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ബോധത്തിന് നമ്മളെ ഈ ശരീരത്തിൽ യാതൊരു ബന്ധവും ഇല്ല. അതാണ് ഈ കൊട്ടത്തേങ്ങ ഹോമിക്കുന്നത്. ഈ ഗണപതിക്ക് ഹോമിക്കുന്നത് കൊട്ടത്തേങ്ങയല്ലേ? അതിന്റെ ഉള്ളിലുള്ള തത്വം മനുഷ്യൻ മനസ്സിലാക്കാതെ മനസ്സിലായോ? ആ കൊട്ടത്തേങ്ങിനെ ഹോമിച്ച് കളയണം. പിടികിട്ടുന്നില്ലേ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ബോധത്തെ കുറിച്ച് തന്നെയാണ് മഹാത്മാക്കള് വേദത്തിലുള്ള കർമ്മകാന്ഡം പറയുന്നത്. ശരിക്ക് ആത്യന്തികമായ ബോധത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷെ അവിടെ സാധാരണ ജനങ്ങള് വസ്തുവിനെ കുറിച്ചല്ലേ കാണുന്നുള്ളൂ, ബോധത്തെ കാണാൻ പറ്റുന്നില്ലല്ലോ. നേരത്തെ പറഞ്ഞ മാതിരി കാണാൻ സാധിക്കാത്ത അല്ല, നമ്മുടെ സാധാരണ
ഉള്ള ബോധം എന്നത് വസ്തുബന്ധിതവും നമ്മളുടെ ശരീരബന്ധിതവുമാണോ അതെ, നമ്മൾക്ക് അനുഭവിക്കുന്നത്? എന്ന് നമുക്ക് ആ ബോധത്തെ വേണമെങ്കിൽ കെടുത്തി വെക്കാൻ പറ്റും. ഉറങ്ങുമ്പോൾ നമ്മൾ ആ ബോധത്തെ കെടുത്തി വെക്കുന്നു, ഉണരുമ്പോൾ നമ്മൾ ആ ബോധത്തെ വീണ്ടും കത്തിക്കുന്നു. അങ്ങനെ ഒരു സൈക്കിളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എന്നത് ഇതിനും അപ്പുറത്താണോ ശരീരത്തിന്റെയും? അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും അതിനെ എന്തുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്? അല്ല, ഈ ബോധം അവിടെ പാക്കഡാണ്. ഈ ബോധം പാക്കഡായിട്ട് മറ്റതിനെ മറച്ചിരിക്കുകയാണ്. ഈ ബോധം മറച്ച കാര്യം പോലും ഓർമ്മയുണ്ടാവുന്നില്ല. അതാണ് ഇപ്പൊ നാരായൺജിയാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ ബോധത്തിൽ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അഹംബോധമാണെന്ന് മനസ്സിലാവുന്നേയില്ലല്ലോ. ഉണ്ടോ? അതില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോകത്തിൽ ബിഹേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, അല്ല, അഹം എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ലോകവുമായി, ലോകത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നത് എന്റെ അഹംബോധം തന്നെയാണ്. അല്ലെങ്കിൽ ലോകം ഒന്നായി മാറില്ലേ? അത് തന്നെ. ഈ അഹംബോധം എന്തിനെയാണ് മറച്ചതെന്ന് ചോദിച്ചാലോ, യഥാർത്ഥ ബോധത്തിനെ അറിയാനുള്ള തടസ്സം ഇതാദ്യം സൃഷ്ടിച്ചു വെച്ചില്ലേ നമ്മള്? മനസ്സിലാവുന്നില്ലേ? അപ്പൊ സാധന ചെയ്തിട്ട് ഞാൻ നാരായണൻജി അല്ല, ഞാൻ ശുദ്ധബോധമാണ് എന്നുള്ള അവസ്ഥയിലെത്താൻ ഈ ജഗത്തിനെ അങ്ങ് മറക്കാനാണ് പറഞ്ഞു തരുന്നത്. പഠിപ്പിക്കുന്നതന്നെ അതാണ്. ജഗത്തിനെ മറക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം മറക്കേണ്ടത് എന്തിനാണ് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെയല്ലേ, ജഡത്തിനെയല്ലേ. അത് മറക്കൽ എളുപ്പമല്ലല്ലോ. അനസ്തേഷ്യ കൊടുത്ത മാതിരി തന്നെ അനസ്തേഷ്യ കൊടുത്താൽ വേറൊരു മരുന്ന് കൊണ്ടാണ് ഈ ശരീരം ഇല്ല, ലോകമില്ല എന്നുള്ള അനുഭവം ഉണ്ടായത്, അല്ലേ? അത് ശുദ്ധ ബോധത്തോടുകൂടി പറ്റുന്നുള്ളതാണ് സാധന. മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് യോഗികൾ പറഞ്ഞിടുന്നത്. മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട്. ആ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ബോധത്തിൽ ആണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ മേലെ എത്തി. മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇത്തരത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, അറിയില്ല എങ്ങനെയാണുള്ളത്. അതൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസിന്റെ അല്ലെങ്കിൽ എല്ലാ സർവവ്യാപിയായ ഒരു ബോധ മനസ്സിന്റെ അല്ലെങ്കിൽ ബോധത്തിന്റെ ചെറിയ ചെറിയ അംശങ്ങളാണ് നമ്മളിലെല്ലാം പ്രവർത്തിക്കുന്നത്. അല്ല, അത് തന്നെയാണ് നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. തിരസമാനമായ ബോധവും സമുദ്ര സമാനമായ ബോധവും. ആ തിര നിൽക്കുന്നത് സമുദ്രത്തിൽ തന്നെയാണെന്ന് തിരക്ക് മനസ്സിലാവുന്നില്ല. അതന്നെ, മനസ്സിലായോ? അതേപോലെ തന്നെയാണ് നമ്മളും. വ്യത്യാസമൊന്നുമില്ല. ക്ലിയർ അല്ലേ? മേഡം വായിക്കാം. സ്വയം എന്താണ് സ്വയം പ്രകാശിക്കൽ? ഉണ്ട് എന്ന സ്വാനുഭവമാണ് സ്വയം പ്രകാശിക്കൽ. ഈ ജഗത്തുണ്ട് എന്ന് സ്വയം അനുഭവിക്കുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അതാണ് ബോധം. ഈ കാരണത്താൽ തന്നെ ഉള്ളത് അതായത് സത്യം ബോധം മാത്രമാണ് എന്ന് സ്പഷ്ടം. ഉണ്ടെന്ന് സ്വയം അനുഭവം ഇല്ലാത്തതാണ്. ഇല്ലാത്തത് എങ്ങനെ സത്യമാകും? ഉണ്ടെന്ന് സ്വയം അനുഭവം ഇല്ലാത്തതാണ്. ഇല്ലാത്തത് എങ്ങനെ സത്യമാകും? അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ശരി തന്നെയാണ്. ഇല്ലാത്തത് ഒരിക്കലും സത്യമാവൂല. ഇല്ല. ഉള്ളതൊരിക്കലും ഇല്ലാണ്ടാവുകയില്ലല്ലോ. ബോധം അങ്ങോട്ട് പോകുമ്പോ ജഗത്ത് ഇല്ലാണ്ടാവുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പൊ ബോധം ഇങ്ങോട്ട് വന്നാൽ അല്ലേ ജഗത്തുള്ളൂ. അപ്പൊ ഇതിന് കാരണം ബോധമാണെന്ന് നമ്മൾ പിന്നെ ഓർക്കുന്നില്ലല്ലോ. ഉണ്ടോ? ജഗത്താണ് കാരണം എന്നല്ലേ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, അല്ലേ?
അപ്പോൾ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്? അതാണ്. അത് പല പ്രാവശ്യം നമ്മൾ ഡിസ്കഷൻ നടത്തിയാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്റെ 5 അറിവാണ്. അതെ. ആ 5 അറിവില്ലെങ്കിൽ ആ 5 അറിവ് എന്ന് പറയുന്നത് ബോധം തന്നെ. അതെ. 5 തരത്തിലുള്ള ബോധം: രൂപം, രസം, ഗന്ധം, സ്പർശം, ഘ്രാണം. അതെ. അപ്പൊ ഈ 5 അറിവില്ലെങ്കിൽ പിന്നെ എവിടെ ബോധം? അല്ല, എവിടെ പ്രപഞ്ചം? പ്രപഞ്ചം ഇല്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വായിക്കാം. അപ്പൊ ഈ രസം, രൂപം, ശബ്ദമൊക്കെ ബോധത്തിന്റെ ഒക്കെ ഓരോ കൈവഴികളാണ്. അതന്നെ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, നിങ്ങള് സാവിത്രി മേഡം കൊണ്ടാച്ചിരിക്കുന്നത് വീട്ടില് പിന്നെ ഹീറ്ററാണ്. ഗിരിജ മേഡം കൊണ്ടാച്ചിരിക്കുന്നത് ഫ്രിഡ്ജാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. രണ്ടും ഉപയോഗിക്കുന്നതിന്റെ ഉള്ളിൽ കറണ്ടെന്ന ബോധം തന്നെയല്ലേ. അതെ. അത്രേ ഉള്ളൂ. കണ്ണിൽ കൂടി കാണുന്ന ആളും ചെവിയിൽ കൂടി കേൾക്കുന്ന ആളും മൂക്കിൽ കൂടി മണക്കുന്ന ആളും അതിന്റെ ആത്യന്തികമായ ഊർജം എന്താണെന്ന് വെച്ചാൽ പ്രാണശക്തി തന്നെയല്ലേ. അല്ലേ? അതെ. വേറൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ആത്യന്തികമായ കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റുമോ? ആത്യന്തികമായ കറണ്ടിനെ കാണാൻ പറ്റൂല. പക്ഷെ അതിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയല്ലേ ഇവിടെ. വ്യത്യാസമൊന്നുമില്ല. അത് തന്നെയല്ലേ ഇവിടെ. സ്വർണമുണ്ടോ? ആഭരണങ്ങളുണ്ട്. സ്വർണമില്ലേ? ആഭരണങ്ങളുമില്ല. അതുകൊണ്ട് ആഭരണങ്ങളെല്ലാം സ്വർണം തന്നെ. ബോധം സർവവ്യാപിയാണ്. അത് സ്വർഗത്തും ഭൂമിയിലും ആകാശത്തും എല്ലാം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. സൂക്ഷ്മസ്ഥൂല കാരണ ശരീരങ്ങളിൽ എല്ലാം വ്യാപിച്ചു നിൽക്കുന്നു. എന്തിനേറെ, എല്ലാ പ്രപഞ്ചഘടനകളുടെയും സ്വരൂപം ബോധം തന്നെ. ജഗത്തിലെ അദ്വൈത സത്യമാണ് ബോധം. ജഗത്തിലെ അദ്വൈത സത്യമാണ് ബോധം. അപ്പൊ ദ്വൈതം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എന്തേ ഉള്ളൂ? അദ്വൈത സത്യമാകുന്ന ബോധമേ ഉള്ളൂ. ഇവിടെ പിന്നെ സാങ്ക്യനും വേദാന്തികളും രണ്ട് തട്ടിൽ നിൽക്കുന്ന പോലെയാണ്. സാങ്ക്യൻ അനേകം ആത്മാവ് എന്നാണ് സാങ്ക്യന്റെ വാദം. വേദാന്തികളുടെ വാദം എന്താന്ന് വെച്ചാൽ അനേകം ഉണ്ടായിട്ടില്ല, ഒന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റുമോ? സാങ്ക്യൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗുരുവിന് മോക്ഷം കിട്ടിയാൽ മതിയല്ലോ, ശിഷ്യന് മോക്ഷത്തിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലാവുന്നോ? അപ്പോ വേദാന്തികൾ പറഞ്ഞത് തെറ്റാണോ? വേദാന്തികള് പറഞ്ഞത് ഒരിക്കലും തെറ്റാവാൻ സാധ്യതയില്ലല്ലോ. അവര് വേദത്തിന്റെ അവസാനത്തെ കാര്യങ്ങളല്ലേ പറഞ്ഞിരുന്നു. ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പം സാങ്ക്യൻ പറഞ്ഞതാണ് ശരി, നാരായണജി വേറെ ഞാൻ വേറെയാണല്ലോ. ആത്യന്തികമായി നോക്കുമ്പോ നാരായണജിയും ഞാനും വേറെയല്ലല്ലോ. എന്റെ ബോധം തന്നെയല്ലേ പിന്നെ നിങ്ങളിലും പ്രവർത്തിക്കുന്നത്. വേറെ കറണ്ടാണോ? ഒരേ കറണ്ട്. KSEB കറണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ KSEക്കാർ എന്തെങ്കിലും പിന്നെ പ്രശ്നമായാലും ബോംബെയിൽ നിന്ന് നമ്മൾ കറണ്ട് മേടിക്കുന്നില്ലേ? അയ്യോ ബോംബെയിലെ കറണ്ട് വേറെയാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? മനസ്സിലായില്ലേ? പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായതോ എന്നുണ്ട് ചോദ്യം. ആത്യന്തികമായി പ്രവർത്തിക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ. അവിടെ രണ്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? വേദാന്തികൾ പറയുന്ന തത്വം ആ ലെവലിലാണ്. മറ്റതും ശരി തന്നെയാണ്. മറ്റേത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? വേറെ രീതിയിൽ പറയുമ്പോൾ മനസ്സിലാവും. 1000 പാത്രത്തില് വെള്ളം വെക്കുക. 1000 പാത്രത്തില് വെള്ളം കാണാൻ പറ്റും, അതല്ല സൂര്യനെ കാണാൻ പറ്റും. പാത്രത്തിന്റെ ഷേപ്പിനനുസരിച്ച് സൂര്യന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ചതുരത്തിലുള്ള സൂര്യൻ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, പാത്രത്തിന്റെ കലക്കം അനുസരിച്ചിട്ട് സൂര്യനെ കാണാൻ പറ്റില്ല എന്ന് മാത്രം. അല്ല, അതങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും പിന്നെ 10,000 സൂര്യനൊന്നും ഉണ്ടായിട്ടേ ഇല്ലല്ലോ. ഇല്ല, ഉണ്ടായിട്ടില്ല. ഒറ്റൊരു സൂര്യനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് പ്രതിബിംബിച്ച് കാണുന്നതാണല്ലോ ഈ കാണുന്ന സർവ്വസംഗതികളും. വേദാന്തികൾ പറയുന്നത് ആ ലെവലിലാണ്. സാങ്ക്യൻ പറയുന്നത് ഓരോ പാത്രത്തിന്റെ ലെവലാണ്. ഒരു പാത്രം പൊളിഞ്ഞു പോയാൽ അയ്യോ എന്റെ പാത്രത്തിൽ സൂര്യൻ പോയി എന്ന് പറയാനൊന്നുമില്ലല്ലോ. സൂര്യൻ പോയിട്ടും വന്നിട്ടൊന്നും ഇല്ലല്ലോ. വേദാന്തികൾ പറയുന്നത് ആ ലെവലിലാണ്.
സാങ്ക്യൻ പറയുന്നത് ഈ ലെവലാണ്. രണ്ടും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മനസ്സിലാവുന്നില്ലേ? അതെ, രണ്ടും ഉള്ളത് തന്നെയാണ്. ഇത് ക്ലിയർ ആണ്. ഈ വാദം നമ്മൾ കുറെ കാലമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇത് വ്യക്തമാണിത്. അതായത് ഈ പാത്രത്തിലെ സ്പേസ് പോലെയാണ്. ഒരു പാത്രത്തിനകത്ത് ഒരു മണ്ണിന്റെ കരത്തിനകത്തുള്ള സ്പേസ് എന്നത് ആ മണ്ണിന്റെ കരത്തിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്പേസ് ആണ്. പക്ഷെ മണ്ണിന്റെ കരം ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സ്പേസ് ഒരു ലാർജർ സ്പേസിലേക്ക് സ്പേസ് പോയിട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ. തൽക്കാലം മണ്ണിന്റെ കുടം കൊണ്ട് ഒന്ന് മറച്ചു വെക്കുന്നല്ലാണ്ട്. അതെ, മണ്ണിന്റെ കുടം കൊണ്ട് അതിനെ വേർതിരിച്ച് മാറ്റി. അതാണ് അഹം എന്നുള്ളത്. മണ്ണിന്റെ കുടമാണ് അഹം എന്നുള്ളത്. അതെ, വളരെ ക്ലിയർ. അഹം ഇല്ലാതായി കഴിഞ്ഞാൽ അത് ലാർജർ സ്പേസിലേക്ക് അലിഞ്ഞു പോകും. അലിഞ്ഞു പോകാനില്ല, അവിടെ തന്നെയാണ് ഉള്ളത്. അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എന്തോ പോകാനുണ്ടെന്നുള്ള ഒരു സംഭവം വന്നു പോവുകയാണ്. ഓക്കെ മേഡം, വായിച്ചോളൂ. എല്ലാം സ്വർണം തന്നെ. ബോധം സർവ്വവ്യാപിയാണ്. അത് സ്വർഗത്തിലും ഭൂമിയിലും ആകാശത്തും എല്ലാം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ എല്ലാം വ്യാപിച്ചു നിൽക്കുന്നു. എന്തിനേറെ എല്ലാ പ്രപഞ്ച ഘടനകളുടെയും സ്വരൂപം ബോധം തന്നെ. ജഗത്തിലെ സ്വരൂപബോധം തന്നെ ജഗത്തിലെ അദ്വൈത സത്യമാണ്. സ്വരൂപം ബോധം തന്നെ ജഗത്തിലെ അദ്വൈത സത്യമാണ് ബോധം. ഉണ്മ അഥവാ സത്ത് ബോധത്തിന്റെ പര്യായമാണ്. ഉണ്മ അഥവാ സത്ത് ബോധത്തിന്റെ പര്യായമാണ്. ചിത്ത്, ആനന്ദം എന്നിവയും ബോധത്തിന്റെ തന്നെ ശുദ്ധമായ പര്യായങ്ങളാണ്. സച്ചിത്താനന്ദം എല്ലാം ബോധത്തിന്റെ പര്യായങ്ങളാണ്. നമ്മൾ സത്യചിത്ത് ആനന്ദം പഠിച്ചിരിക്കുന്നത് വെള്ളം തന്നെ തരാ, വെള്ളം തന്നെ നോരാ, വെള്ളം തന്നെ പൊക്കള എന്ന് പറയുന്ന പോലെയുള്ളൂ. ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? ശുദ്ധബോധമല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ആ തലത്തിലാണ് പറഞ്ഞു തരുന്നത്. ശുദ്ധബോധം തന്നെയുള്ളൂ. നാരായണ ഗുരുദേവൻ പറയുന്നത് പിന്നെ ബോധത്തിൽ അമരുന്നു പാദസ് പോലെ പരമാവധി ബോധമത്രയെന്ന. എല്ലാം ബോധമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എല്ലാം ബോധമാണ്. അകവും പുറവും തിങ്ങും. അകത്തും പുറത്തുമുള്ളത് ബോധം തന്നെയാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. ബോധത്തിന്റെ പദം വളരെ മഹിമാവാർന്നതാണ്. പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ആരെ പുകഴ്ത്തുന്നത്? ബോധത്തിന്. നമ്മളെ ബോധത്തിന് തന്നെ. ദീനാവന പരായണനാവുന്നതും ബോധം തന്നെയാണ്. ആരോടാ നമുക്ക് ദീനാവന പരായണത്വം വേണ്ടത്? മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത്. നമ്മളോട് തന്നെയല്ലേ വേണ്ടത്. ഗുരുദേവന്റെ വാക്കുകൾ അങ്ങനെയാ. ദീനാപര പരായണൻ, പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ്, ജയിക്കുക മഹാദേവ. മഹാദേവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ബോധശക്തിയെയാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അതാണ് അകവും പുറവും തിങ്ങുന്ന് പറഞ്ഞത്. അകത്തും പുറത്തും ഉള്ളത് ഈ ബോധം തന്നെയല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഇത് ഈ വൈരാഗ്യ പ്രകരണത്തില് ആദ്യം ബോധത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ആ ബോധം തന്നെയാണ് ഞാനെന്ന് ദൃഢബോധം വരാനാണ് അത് തുടങ്ങി പറഞ്ഞിരുന്നത്. എങ്കിലല്ലേ നമുക്ക് വൈരാഗ്യം ഉണ്ടാവുള്ളൂ. വസ്തുവിലേക്ക് പോകുന്ന ബോധവും ബോധമാണെന്ന് മനസ്സിലാവാത്തതാണല്ലോ പ്രശ്നത്തിന് കാരണം. മനസ്സിലാവുന്നില്ലേ? ചില ആളുകൾക്ക് വസ്തുക്കൾ സമ്പാദിച്ചു വെച്ചാലാണ് അദ്ദേഹത്തിന് ഒരു ആനന്ദം ഉണ്ടാവുക. ആ വസ്തുക്കൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതിലാണ് ആനന്ദമെന്ന് അദ്ദേഹത്തിന്റെ ബോധം സൃഷ്ടിച്ചാണെന്ന് തോന്നുവോ? മനസ്സിലാവുന്നില്ലേ? അതിൽ ഒട്ടിയിരിക്കുകയാണെന്ന് തോന്നുവോ? മനസ്സിലായോ സാവിത്രി മേഡം പറഞ്ഞത്? മനസ്സിലായി. അതൊരു ചെറിയ മനസ്സിലായെങ്കിൽ അതല്ല, അത് ബോധാണ് എന്ന് പറയണത്. അത് അറ്റാച്ച്മെന്റ് ആണല്ലോ. അത് മമത്വമാണല്ലോ. അത് അതെ, മമത്വം. പിന്നെ ബോധം ഇല്ലെങ്കിൽ മമത്വം ഇല്ല. അതില്ല. മമത്വത്തിനെ സൃഷ്ടിച്ചത് ബോധമാണ്. അതെ. അപ്പൊ എല്ലാറ്റിനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബോധം തന്നെയല്ലേ? അതെ.
അത് നമുക്ക് മാറാനൊന്നും പറ്റൂലല്ലോ. പറ്റുമോ? ഉം. പറ്റില്ലല്ലോ. ആ. അതാണ് ബോധത്തെ കുറിച്ച് തന്നെ ആദ്യം ഈ വൈരാഗ്യ പ്രകടനത്തിൽ പറഞ്ഞു തരാൻ കാരണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് ഇതെല്ലാം, വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി ഷാർപ്പായി പറഞ്ഞു തരാണ്. മനസ്സിലായോ? മനസ്സിലായി. കുറച്ച് ഉറപ്പിച്ച് പറഞ്ഞു തരാണ്. ഓക്കെ. ആ ബോധം തന്നെയാണ് നമ്മുടെ മമത്വവും സൃഷ്ടിക്കുന്നത്. എല്ലാം എല്ലാം എന്ത് നിങ്ങൾ എടുത്താലും ബോധം തന്നെയല്ലേ. അതെ. അത് ആ ബോധം സൃഷ്ടിച്ചതിലാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത്. ബോധത്തിൽ ആനന്ദം കണ്ടെത്തുന്നില്ല. അതാണ് വ്യത്യാസം. അതാ ശരി. ബോധം സൃഷ്ടിച്ചതിൽ ആനന്ദം കാണാണ്. ശരിയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പിന്നെ കൂട്ടിവെക്കാൻ തോന്നുന്നത്. ഈ കൂട്ടിവെക്കാൻ തോന്നുന്നത് തന്റെ ബോധം ഇങ്ങനെ ഒരു തെറ്റായ ഇൻഫർമേഷൻ തന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. കാരണം ഇതൊക്കെ കൂട്ടിവെച്ചിട്ടും എന്തെന്നാ കാര്യം? അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഓരോ ആൾക്കാർക്ക് ഓരോ ക്രൈസ് ആണല്ലോ. ഓരോ ബോധത്തിന്റെ ഓരോ ഇതാണല്ലോ. ചില ആൾക്ക് കാറുകൾ ഇങ്ങനെ വാങ്ങി മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അവരെ ബോധമാണ് മാറ്റുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഉണ്ടോ? ചിലർക്ക് വീടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. അവര് വീടാണോ മാറ്റുന്നത്, അവരെ ബോധത്തെയാണോ മാറ്റുന്നത്? അപ്പൊ മാറ്റുന്ന കാര്യമേ ഓർമ്മയില്ലല്ലോ. ഉണ്ടോ? മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി സ്വാമി. 6 മണിയായിട്ടാണ്. അതെയാ? എന്നാ ചൊല്ലിക്കോളൂ. ആരാ കുട്ടികളുണ്ടോ ഇതിന്റെ അകത്ത്? ഉണ്ടോ? ചൊല്ലിക്കോളൂ. ആശ ചൊല്ലിക്കോളൂ. ആശ. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.